ഹായ്, അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ ഇന്ന് വെക്കാൻ പോകുന്ന ഒരു മിക്സറാണ്. മിക്സർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു വേണ്ടിയ സാധനം നമുക്കെടുക്കാം. അതുകൊണ്ട് അമ്മ ഇവിടെ 250 ഗ്രാമിൻ്റെ ഒരു കപ്പാണ്. അതിന് ഒരു 1.5 കപ്പ് മൈദ, കടലമാവ് എടുക്കുന്നത്. മൈദ അല്ല, കടലമാവ്. നമുക്കിത് കടലമാവ് ചൊവ്വിനൊന്ന് ഇടഞ്ഞെടുക്കാം. ഒരു അരിപ്പയിലോട്ട് ഇട്ടേക്കും. നല്ലതായിട്ട് അമ്മ അത് ഇടഞ്ഞെടുത്തു. ഇത്രയും പൊടി അഴുക്കുണ്ട് കട്ടയൊക്കെ. ഇത് നമുക്ക് കളയാം. കളഞ്ഞ് വെച്ച് ഈ കപ്പിലോട്ട് തന്നെ നമുക്ക് 250 ഗ്രാം അരിപ്പൊടി എടുത്തിട്ടുണ്ടമ്മ. അത് നമുക്കൊന്ന് അടഞ്ഞെടുക്കാം. നമ്മൾ പുട്ടുപൊടിയാണ് എടുത്തേക്കുന്നത്, കടയിൽ നിന്നൊക്കെ മേടിച്ച്. പുട്ടുപൊടി, അപ്പപ്പൊടി ഇതൊക്കെ എടുക്കാം നമുക്കിതിന്. ഇത് നമ്മൾ നല്ലതായിട്ട് ഇടഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കായപ്പൊടി ഇടാം, ഉപ്പിടാം, മഞ്ഞപ്പൊടി ഇടാം, 1 സ്പൂൺ മുളക് പൊടി. ഇത് വലിയ സ്പൂണായതുകൊണ്ട് 1 സ്പൂൺ മുളക് പൊടി അമ്മ ഇടുന്നുള്ളൂ. അതല്ല, കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനുള്ളല്ലേ, ഒത്തിരി എരിവായാലും അവർ കഴിക്കത്തില്ല. അപ്പം നമ്മൾ എരിവ് നമ്മുടെ അനുസരിച്ച് നമുക്ക് ചേർക്കാം. നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം നല്ലതായിട്ടും. ഇനി നമുക്കിത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴയ്ക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം നമുക്കിത് കുഴയ്ക്കാനല്ല, ഒത്തിരി വെള്ളമായാൽ പറ്റില്ല. ഇടിയപ്പത്തിൻ്റെ ഇതിൽ നമുക്ക് നിൽക്കി മൂപ്പിക്കാനുള്ളത്. വെള്ളമായിപ്പോയാൽ പിന്നെ ഒക്കത്തില്ല. നല്ലതായിട്ട് വെള്ളം ഒഴിച്ചമ്മ കുഴച്ചു. ഇനി നമ്മുടെ കൈ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് ഒരു തുള്ളി വെളിച്ചെണ്ണ നമ്മുടെ കയ്യിലോട്ട് ഒഴിക്കാം. വെളിച്ചെണ്ണയല്ല, ഓയില്. അമ്മ ഓയിലാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് നല്ലോണം ഇതൊന്ന് കുഴച്ച് കയ്യേലൊന്നും പറ്റാതിരിക്കാൻ ഇച്ചിരി ഓയില് തൂത്തിട്ട് നമ്മുടെ മാവ് കണ്ട് നല്ലതായിട്ട് കുഴച്ചമ്മ. ഇനി നമുക്കിത് എണ്ണയിലോട്ട്, ഇടിയപ്പത്തിൻ്റെ അതേലോട്ട് ഇച്ചിരി എണ്ണ തൂത്തിട്ട് നമുക്ക് അതിനകത്തോട്ട് വെച്ചിട്ട് വീച്ചിടാം. നമ്മുടെ എണ്ണ ചൂടായി. നമുക്ക് ഇച്ചിരി വെളുത്തുള്ളിയും കരിയാപ്പലയും കൂടെ വറുത്ത് കോരിയെടുക്കാം. വെളുത്തുള്ളിയും കരിയാപ്പലയും കൂടെ ആദ്യം വറുത്തെടുക്കുമ്പോൾ നമുക്ക് ആ വെളിച്ചെണ്ണയ്ക്കകത്ത് അതിൻ്റെ ഒരു രുചിയും ഒരു മണവും ഒക്കെ വരും. അപ്പം അതിനകത്തോട്ട് നമുക്കിത് ഇടുമ്പോൾ ഒരു നല്ല ഒരിടാം. ഇനി ഇത് കോരിയെടുക്കാം.
ഇനി ഇതിനകത്തോട്ടും ഇത് നെക്കിയിടാം. നമുക്ക് ഇങ്ങനെ ഒന്ന് നെക്കിയിടാം എണ്ണയ്ക്കകത്തോട്ട്. പതയൊന്ന് കെടുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിടണം ഇത്. എല്ലാം ഇതങ്ങ് കരിഞ്ഞു പോകും. പിന്നെ ഇത് കോരിയെടുക്കാം. അങ്ങനെല്ലാം നമുക്കങ്ങ് എടുക്കാം ഉണ്ടാക്കി. നമ്മുടെ മിച്ചറിന്റെ ഏതമ്മേൻ്റെ എണ്ണയിലോട്ട് ഇട്ടേക്ക് വേണേ അതൊന്ന് പതയിടുമ്പം നമുക്കതൊന്ന് തിരിച്ചിടാം. എല്ലാവരും ഉണ്ടാക്കിയൊക്കെ നോക്കണം. നമുക്ക് ബേക്കറിയിലൊന്നും പോയി മേടിക്കണ്ട. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാം. ഒരു വിരുന്നുകാർ വന്നാലും നമുക്ക് കൊടുക്കാം. ഇതുണ്ടാക്കി നമുക്ക് ഒരു ടിന്നിലോട്ട് ഇട്ട് വെച്ചിരുന്നാൽ മതി. നമുക്കും കഴിക്കാം. നമുക്കിനി ഇതിനകത്തോട്ട് 1 കപ്പ് കടലമാവിടാം. ഇച്ചിരി ഉപ്പിടാം. ഒരു ചെറിയ സ്പൂണിന് മുളക് പൊടി. നമുക്കിനി ഇത് വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കാം. ഇച്ചിരി ലൂസായിട്ട്, ഒത്തിരി ലൂസാകണ്ട. നമുക്ക് അതിനകത്ത് ഇങ്ങനെ മുട്ട് പോലെ ഇതുണ്ടാക്കാം. മിച്ചറിനകത്തൊക്കെ കിടക്കത്തില്ലേ, അത് നമുക്കുണ്ടാക്കാനുള്ള. കട്ടയില്ലാതെ നമുക്കത് ഇതാ പരുവം. തുള്ളി വെള്ളം കൂടെ ഒഴിക്കാം നമുക്ക്. നമുക്കിനി ഇതിനകത്തോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒരു കിഴുത്തപാത്രത്തിലോട്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് കോരി എടുക്കണം. ഇതല്ലേ അങ്ങ് മൂത്ത് പോകും. ഓരോ പ്രാവശ്യം ഒഴിക്കുമ്പോഴും നമ്മൾ ഇതുപോലെ തവി ഒന്ന് കഴുകിയിട്ട് വേണം ഒഴിക്കാൻ. നമ്മുടെ അവസാനത്തേത് വിട്ടു, അത് മൂക്കാറായി. നമുക്കിനി ഇത് കോരി എടുത്തേച്ച് പൊട്ടുകടലയും കപ്പലണ്ടിയും വറുത്തെടുക്കണം.
എല്ലാം വറുത്ത് കോരിയത്. നമുക്കിനി കടല വറുത്തെടുക്കാം. പൊട്ടുകടല നമ്മൾ പൊട്ടുകടല അങ്ങോട്ടിട്ട് എണ്ണയ്ക്കകത്തോട്ട് വറുത്ത് കോരാം. ഒരു 100 ഗ്രാം പൊട്ടുകടല എടുത്തിട്ടുണ്ട്. മൂത്ത് നമുക്ക് വറുത്ത് കോരി മാറ്റാല്ല, കരിഞ്ഞു പോകും. ഇനി നമുക്ക് കപ്പലണ്ടി ഇതിനകത്തോട്ടിടാം. അത് 250 ഗ്രാം എടുത്തിട്ടുണ്ട് കപ്പലണ്ടി. കപ്പലണ്ടിയൊക്കെ പൊട്ടാൻ തുടങ്ങി. നമുക്ക് കപ്പലണ്ടി കോരി എടുക്കാം. ഇത്തിരി അങ്ങിട്ടാൽ ചിലപ്പം കരിഞ്ഞു പോകും കപ്പലണ്ടി. മൂത്താ മതി. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന്. വെളുത്തുള്ളി ഇതിനകത്തോട്ട് അങ്ങിട്ട്, വെളുത്തുള്ളിയും കരിയാപ്പിലയും കൂടെ കോരി അതിനകത്തിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇടാം. കപ്പലണ്ടി വറുത്തതിടാം, പൊട്ടുകടല വറുത്തതിടാം, മുത്തുപോലെ മണി പോലെ വറുത്ത് കോരിയത്. നമുക്കിതൊന്ന് കുട്ടിയാക്കാം. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി മുളക് പൊടിയും കൂടെ ഇതിനകത്ത് ചേർക്കാം. പക്ഷെ അമ്മ മുളക് പൊടി ഇടുന്നില്ല. മുളക് പൊടിയൊക്കെ ഇട്ടാല് പിള്ളേർ തിന്നത്തില്ല. കൊച്ചു പിള്ളേർ, അവർക്ക് എരിയില്ലാത്ത മിച്ചറേ അവർ കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് അമ്മ ഒന്നും ചേർക്കുന്നില്ല ഇതിനകത്ത്. നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് മുളക് പൊടി ചേർക്കാം, ഇങ്ങനെ ഇളക്കുന്ന കൂട്ടത്തിൽ. അതങ്ങനെ അമ്മയുടെ മിച്ചർ റെഡിയായി. എല്ലാവരും ഇതുപോലെ നോക്കണം മിച്ചർ ഉണ്ടാക്കാൻ. നമുക്ക് വീട്ടിലൊരു വിരുന്നുകാരൊക്കെ വരുമ്പം നമുക്ക് വെളിയിൽ പോയി വാങ്ങിക്കുകയൊന്നും വേണ്ട. ഇതുപോലെ ഉണ്ടാക്കി ഒരു കുപ്പിക്കകത്ത് ഇട്ട് വെച്ചാൽ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് മിച്ചറാവും. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കും ഒക്കെ കൊടുക്കാം. അമ്മയുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കാണണം. ഇഷ്ടപ്പെട്ടെങ്കിൽ അമ്മയ്ക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ഒരു വീഡിയോയിൽ വരുന്നിടം വരെ ബായ്.